നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ശിരൂരിലെ ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യം ഇല്ല എന്നതാണ് വാസ്തവം. പക്ഷേ അതേസമയം ഇന്ന് മുതൽ കുടുംബാംഗങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ ഒരു അപകട സ്ഥലത്തേക്ക് പോകാനും സന്ദർശിക്കുവാനുള്ള അവസരം കർണാടക പോലീസ് ഒരുക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് പാസ് നൽകും. മറ്റാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. മാധ്യമങ്ങൾക്കടക്കം അവിടെ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് വന്ന് ഈ രക്ഷാപ്രവർത്തനം ഏകോപനം ചെയ്യുന്ന ടീമിനോട് ആ സേനാംഗങ്ങളോട് സംസാരിക്കാനുള്ളതും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടും. അവർക്ക് പാസ് നൽകുമെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാർ അറിയിച്ചത്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അർജുന്റെ ഭാര്യയും കുടുംബവും അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ അർജുന്റെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങോട്ടേക്ക് പോകുമോ ഇല്ലയോ എന്നറിയില്ല. ഒരുപക്ഷെ പോകാനുള്ള സാധ്യതയും ഉണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വീട്ടിലിരുന്നാൽ ഒരു സമാധാനവും ലഭിക്കുന്നില്ല, അങ്ങോട്ട് പോയാലെങ്കിലും സമാധാനം ലഭിക്കുമെന്ന തരത്തിൽ ആദ്യമൊക്കെ തന്നെ പറയുന്നത് കേട്ടിരുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് അവർ പോകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അർജുനായുള്ള തെരച്ചിൽ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാലാണ് ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല. അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ്. ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാലാണ് ഡൈവേഴ്സിന്റെ ജീവന ഭീഷണിയാകുമെന്നതുകൊണ്ടാണ് നദിയിലെ ദൌത്യം പ്രതിസന്ധിയിലായത്. മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാനുള്ള തന്ത്രവും വിജയിക്കാൻ ഇടയില്ല. എങ്കിലും ശ്രമങ്ങൾ തുടരും. ഡ്രെഡ്ജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽമാർഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ്. അടുത്ത 3 ദിവസവും ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. നദിയുടെ നടുവിലുള്ള മൺകൂനയോട് ചേർന്ന ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. അതിനിടെ ശിരൂർ രക്ഷാ ദൌത്യത്തിന് നാവികസേനയുടെ കൂടുതൽ സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിട്ടുണ്ട്. കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ അടിയന്തരമായി ശിരൂരിലേക്ക് അയക്കണമെന്ന കത്തിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നാവികസേനയുടെ സൗത്തേൺ ഈസ്റ്റേൺ കമാൻഡുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരെയും ROV പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളും ശിരൂരിലേക്ക് എത്തിക്കണം. വിഷയത്തിൽ കേരള സർക്കാർ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ച വിവരം ചൂണ്ടിക്കാട്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. നാവികസേനയിൽ നിന്നും കൂടുതൽ വിദഗ്ധരും അത്യാധുനിക ഉപകരണങ്ങളും എത്തുമെന്നത് രക്ഷാദൌത്യത്തെ സഹായിക്കുമെന്ന് കരുതുന്നതായി അദ്ദേഹം കത്തിൽ പറയുന്നു.